ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നോക്കുന്നത് നമ്മൾ ചെറിയൊരു ബാത്റൂം അറ്റാച്ച് ചെയ്ത് വരുന്ന ആ റൂമിനോട് അറ്റാച്ച് ചെയ്ത് ചെറിയൊരു ബാത്റൂം, അതായത് 100 സെൻറ്റിമീറ്ററും 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 150 സെൻറ്റിമീറ്റർ ഇങ്ങനെ വരുന്ന ഒരു ബാത്റൂമിൻ്റെ അകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും, അതായത് വാഷ് ബേസിൻ, ക്ലോസറ്റിൻ്റെ ഏരിയ, പിന്നെ കുളിക്കുന്ന ഏരിയ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാമെന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ഡോറ് തുറന്ന് കയറി വരുന്നതിൻ്റെ ഏരിയയിലായിട്ട് ചെറിയൊരു ബാത്റൂമിൻ്റെ ആ ഏരിയയിൽ ചെറിയ ഒരു വാഷ് ബേസിന് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമുക്ക് ക്ലോസറ്റിൻ്റെ ഏരിയ കൊടുത്തു. പിന്നെ നമുക്ക് കുളിക്കാനുള്ള ഏരിയ കൊടുത്തു. ഇതെങ്ങനെ അറേഞ്ച് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു 10 ഇഞ്ചിൻ്റെ വാഷ് ബേസിൻ വെക്കാവുന്ന ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡോറ് തുറന്നതിന് ശേഷം ഡോർ ഇപ്പുറത്തേക്ക് സൈഡിലേക്കാണ് തുറക്കുന്നത്. അതിന് ശേഷം പിന്നെ വരുന്നത് വാഷ് ബേസിൻ. ഒരു 10 ഇഞ്ചിൻ്റെ വാഷ് ബേസിൻ ഒരു കോർണറിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വേസ്റ്റ് ലൈനും പൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. കാണാൻ സാധിക്കും. വേസ്റ്റ് ലൈനും വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ പൈപ്പ് ലൈനും വേണ്ടിയിട്ടും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മളൊരു മിറർ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മിററിൻ്റെ ഒരു ലൈറ്റും കൂടി കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ തന്നെ ഒരു പ്ലഗ് സ്വിച്ചും പിന്നെ അതുപോലെ തന്നെ എക്സോസ്റ്റിനുള്ള ഓപ്ഷൻ കൂടി കൊടുത്തു. ഇവിടെയാണ് നമ്മൾ ക്ലോസറ്റ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഫ്ലോർ മൗണ്ടർ, നിലത്ത് ഉറപ്പിക്കുന്നത്, അതായത് നിലത്ത് ഫ്ലോറിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഇട്ടിരിക്കുന്നത് 220 mm ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ അളവുകൾ വരുന്നത്. 220 mm, 230 mm, 300 mm. അതായത് ഭിത്തിയിൽ നിന്നും നമ്മൾ ഈ പറയുന്ന പൈപ്പിൻ്റെ 4 ഇഞ്ച് പൈപ്പിൻ്റെ ആ എൻഡ് വരുന്നത്, അത് സ്റ്റാർട്ട് ചെയ്യുന്ന എൻഡ് വരുന്നത് 220, 230, പിന്നെ വരുന്നത് 200 mm വരുന്നുണ്ട്, പിന്നെ 300 mm വരുന്നുണ്ട്. ഇങ്ങനെയുള്ള അളവുകളാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് 220 mm ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കുറച്ച് സൈഡിലേക്ക് മാറിയിട്ട് നമ്മളൊരു ഡൈവേർട്ടർ സിസ്റ്റം കൊടുത്തിരുന്നത്, അത് കുളിക്കുന്നതിന് വേണ്ടിയിട്ട് ഡൈവേർട്ടർ. ഇത് നമ്മൾ സ്പൗട്ടാണ് വരുന്നത്. ഡൈവേർട്ടർ മിക്സിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പണ്ടത്തെ മിക്സറിനും പകരമായിട്ട് ചൂടുവെള്ളം പച്ചവെള്ളം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒറ്റ ലിവറാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴത്തെ മോഡൽ കാര്യങ്ങളൊക്കെയാണ്. അത് തന്നെ പല മോഡൽസ് വരുന്നുണ്ട്. തെർമോസ്റ്റാറ്റ് ഡൈവേർട്ടർ വരുന്നുണ്ട്, നോർമൽ ഡൈവേർട്ടർ വരുന്നുണ്ട്, അതെല്ലാം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഷവറിൻ്റെ സിസ്റ്റം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത് വാഷ് ബേസിൻ്റെ ഏരിയ കൊടുത്തു. ഒരു 10 ഇഞ്ച് വാഷ് ബേസിൻ വയ്ക്കാവുന്ന ഏരിയ കൊടുത്തു. അത് ചെറിയൊരു ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അത് കോർണറിലേക്ക് മാറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന ഏരിയയിൽ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം അത്രയേ ഉള്ളൂ. ട്രാപ്പ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് കുളിക്കുന്ന വെള്ളം പോകാനായിട്ട് നമ്മൾ ട്രാപ്പ് കൊടുക്കാറുണ്ട്, ഗ്രേറ്റിങ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അത് കുളിക്കുന്ന ഏരിയയിൽ കൊടുക്കണം. അല്ലെങ്കിൽ ബാത്റൂമിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്കൊക്കെ കൊടുക്കുന്നതെങ്കിൽ അവിടെ തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, എണ്ണ ഇതെല്ലാം തന്നെ ഒഴുകി വന്ന് ഏതെങ്കിലും ഒരു സൈഡിലേക്ക്, എവിടെയാണ് നമ്മൾ ഔട്ട്ലെറ്റ് ഇട്ടിരിക്കുന്നത്, വെള്ളം പോകാനുള്ള ഔട്ട്ലെറ്റ് ഇരിക്കുന്നത്, ആ ഏരിയയിലേക്ക് സോപ്പ് കാര്യങ്ങളൊക്കെ ഒഴുകി വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതങ്ങനെ കിടന്ന് ചെറുതായിട്ട് എന്തെങ്കിലും കെട്ടിക്കിടക്കിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തെന്നി വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുളിക്കുന്നതിൻ്റെ, അതായത് കുളിക്കുന്ന ഏരിയയിൽ തന്നെ സോപ്പ് വയ്ക്കാൻ എവിടെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ താഴെ തന്നെയായിട്ടാണ് ട്രാപ്പ് കാര്യങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഏകദേശം ഈ വീഡിയോനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait